Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു എക്സാം സ്റ്റഡി പ്ലാനർ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാനർ ഭയങ്കര മിനിമൽ ആയിട്ടാണ് ചെയ്യുന്നത്. കുറെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സ്റ്റഡി പ്ലാനർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആക്കിയിട്ട് പെട്ടെന്ന് ചെയ്യണ പോലെ ചെയ്യാനാണ് നല്ലത്. എൻ്റെ ഇന്റേണൽ എക്സാമിന്റെ ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ടൈം ടേബിൾ കിട്ടിയാലുള്ളൂ എക്സാമിന് പഠിക്കാനായിട്ട് ഒരു ത്വര വരുള്ളൂ. അങ്ങനെ ടൈം ടേബിൾ കിട്ടിയിട്ട് കുറച്ച് ദിവസം പ്ലാനറൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് നാളെ എന്ന് പറഞ്ഞിട്ട് എക്സാമിന്റെ തലേ ദിവസം ആയാലുള്ളൂ ഞാൻ പഠിക്കാൻ തുടങ്ങാറ്. പ്ലാനർ ഉണ്ടാക്കുന്ന പരിപാടി എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞാൻ ഫുൾ ടൈം ടേബിൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യും കേട്ടോ. പക്ഷെ അത് നടത്താറില്ല. വേക്കപ്പ് ടൈം, ക്ലീനിങ്, അങ്ങനെ ഞാൻ എല്ലാം എഴുതി വെക്കാറുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലാണ് എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 18 എന്ന് പറയുമ്പോൾ 28, 29, 30 10 ദിവസം എനിക്ക് എക്സാമിന് സമയമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എക്സാമിൻ്റെ സമയത്തല്ലാണ്ട് ഞാൻ എൻ്റെ ബുക്ക് തുറന്നു പോലും നോക്കാറില്ല. അതുവരെ എൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ പേര് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയലില്ല കേട്ടോ. പക്ഷെ ആ സമയമാകുമ്പോൾ ഞാൻ പഠിക്കാറുണ്ട്. ഒരു സ്റ്റഡി പ്ലാനർ ഞാൻ ഭയങ്കര മിനിമലായിട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒരു കുഞ്ഞതാക്കിയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. 3 ദിവസമാണ് എക്സാം. ഒരു ദിവസം 2 എക്സാം വെച്ചിട്ടാണ് നടത്തുന്നത്. SSLC ഓർ +2 സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ ചിലപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈം ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്തായാലും എനിക്ക് മോഡൽ എക്സാമിൻ്റെ സമയമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആർക്കെങ്കിലും സ്റ്റഡി ടിപ്സ് എല്ലാം വേണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് സ്റ്റഡി വ്ളോഗ്സും സ്റ്റഡി ടിപ്സ് വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. 10th സ്റ്റാൻഡേർഡ് വരെയും 10th മീൻസ് 9th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് പഠിക്കുന്നതൊന്നും ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ല. എക്സാമിന് വരെ ഞാൻ ഒന്നും പഠിക്കാതെ പോയി എഴുതാറുണ്ട്, തോക്കാറുണ്ട്. പക്ഷെ 10ാം ക്ലാസ് മുതൽ എനിക്ക് എന്തോ പഠിക്കണം, എക്സാം ആയി കഴിഞ്ഞാൽ പേടിയാണ്. എനിക്ക് പഠിക്കാതെ പോകാനേ പേടിയാണ്. 10th സ്റ്റാൻഡേർഡിൽ അത്യാവശ്യം ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്തിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ SSLCക്ക് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. +1 +2 നോക്കുമ്പോൾ +1 എനിക്ക് എല്ലാത്തിനും ഡബിൾ പാസ് ഉണ്ടായിരുന്നു. +2 എത്തിയപ്പോൾ കുറച്ച് ഉഴപ്പിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട്, എന്നാലും അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഗ്രി എത്തിയപ്പോൾ ഞാൻ തീരെ പഠിക്കാതെ ഒരു എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല. കാരണം ഞാൻ ഏതെങ്കിലും എക്സാം എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാതെ എഴുതാറില്ല. എനിക്ക് പേടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ സപ്ലൈ ഇല്ല. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് എഴുതുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് വായി നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടാവും. കാരണം നല്ല ടെൻഷൻ ഇരിക്കും, ഒരു പേടിയാവും. അവരൊക്കെ എഴുതുന്നുണ്ടോ, എനിക്കൊന്നും കിട്ടണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. അത് മാത്രം ആലോചിച്ചാൽ നമുക്ക് പഠിക്കാൻ തോന്നും. സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫുള്ള് പറഞ്ഞു തരും, അല്ലാന്നുണ്ടെങ്കിൽ ബിറ്റ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ പോവുണ്ടാവുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നല്ലൊരു സ്ട്രിക്റ്റ് ടീച്ചർ, തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ പറ്റാത്തൊരു ടീച്ചർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രണ്ടിനോട് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പിടിക്കുമ്പോൾ പറഞ്ഞിട്ട് അവരും കാണിച്ചു തരാതിരിക്കും, ബിറ്റ് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു മൂഞ്ചിയ അവസ്ഥ ഉണ്ടല്ലോ, അത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും. അത് പറഞ്ഞിട്ട് എല്ലാ ബുക്കും കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് കുറേ എഫക്റ്റീവ് ടിപ്സ് ഉണ്ട്. അങ്ങനത്തെ ടിപ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ വീഡിയോ ചെയ്യാം. ഞാൻ സ്റ്റഡി പ്ലാനർ ചെയ്യുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നാണ് എഴുതി വെക്കുന്നത്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ആദ്യം ഏത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. ഞാൻ എപ്പോഴും ഫസ്റ്റത്തെ എക്സാം ഉണ്ടല്ലോ, അത് ഞാൻ ലാസ്റ്റാണ് പഠിക്കാറുള്ളൂ. കാരണം അത് നമ്മുടെ ആ എക്സാമിന് 2-3-4 ദിവസം മുമ്പ് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളത് മറക്കില്ല. പിന്നെ ഫസ്റ്റ് പഠിക്കേണ്ടത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടും പഠിക്കാൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആദ്യം പഠിക്കുക. അത് ചിലപ്പോൾ ലാസ്റ്റ് എക്സാം ആയിരിക്കും. പക്ഷേ ആ ഒരു എക്സാമിന് നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവാത്ത ആ ഒരു അവസ്ഥ വരില്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം നോക്കുമ്പോഴെങ്കിലും ഒരു പരിചയം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് ചന്തയെ കണ്ട പരിചയം പോലും ആ ഒരു സബ്ജക്റ്റിനോ ചാപ്റ്ററിനോ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, എക്സാമിന് പഠിക്കാൻ തോന്നാത്ത സമയത്ത് കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഇരുന്ന് കാണും. അത് പറഞ്ഞിട്ട് കുറേ നേരം ഒന്നും ഇരുന്ന് കാണില്ല കേട്ടോ, ഒരു 5-10 മിനിറ്റ് ഇരുന്ന് കാണും. അപ്പോൾ മോട്ടിവേറ്റ് ആയിട്ട് പോയിരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിക്കാറ്. ആദ്യമൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ക്ലാസ് ടോപ്പർ ലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിനിമലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓവറാക്കിയിട്ട് ക്യൂട്ട്നെസ് ഒന്നും കൂട്ടിയിട്ടില്ല. സോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.